ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ വരുന്നവരുടെ എല്ലാ ആഗ്രഹം ഞാൻ മുമ്പ് പലതവണയും പറഞ്ഞിട്ടുള്ളതുപോലെ പെട്ടെന്ന് ചാനൽ വന്നിട്ട് മോണിറ്റൈസ് ആക്കുക എന്നതാണ്. മോണിറ്റൈസ് ആയാൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് നമ്മൾക്ക് പൈസ കിട്ടുകയുള്ളൂ. അതുവരെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് വെറുതെ ഇടുന്നു, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷെ അങ്ങനെ പറയാനും നമ്മൾക്ക് പറ്റില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മോണിറ്റൈസേഷന് മുമ്പിൽ ഇടുന്ന വീഡിയോസിൻ്റെ സഹായം കൊണ്ടാണ് നമ്മളുടെ ചാനൽ മോണിറ്റൈസ് ആകുന്നത്. അതല്ലാതെ ഒരു ഏർണിങ്സും നമ്മൾക്ക് മോണിറ്റൈസേഷന് മുമ്പ് യൂട്യൂബിൽ നിന്നും കിട്ടാറില്ല. ഇപ്പോൾ നമ്മളുടെ ചാനൽ മോണിറ്റൈസ് ആയി എന്ന് പറയുക ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കണം. 4000 വാച്ച് അവേഴ്സ് എല്ലാവർക്കും അറിയാം, ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുകയുള്ളൂ. പലർക്കും ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താലും മോണിറ്റൈസേഷൻ സമയം അത് കിട്ടാതെ പോകുന്നു. മോണിറ്റൈസേഷൻ വന്നിട്ട് യൂട്യൂബ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് റിജക്റ്റ് ചെയ്ത് കളയുന്നു. നമ്മളുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ച് അവേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾക്ക് മോണിറ്റൈസേഷൻ കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ആഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്താലും നമ്മൾക്ക് മോണിറ്റൈസേഷൻ കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇന്ന് പറയാൻ പോകുന്നത് ചില കാരണങ്ങൾ കൊണ്ട് മോണിറ്റൈസേഷൻ ആയ ചാനൽ മോണിറ്റൈസേഷൻ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതേസമയം മോണിറ്റൈസേഷൻ അല്ലാത്ത ചാനലാണെങ്കിൽ നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴേക്കും അത് യൂട്യൂബ് വന്നിട്ട് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഈ വീഡിയോ നിങ്ങളെല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ മോണിറ്റൈസേഷൻ ആയവർക്കും ആകാത്തവർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗപ്രദമാകുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. പലരും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മോണിറ്റൈസേഷൻ ആകാനായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴേക്കും യൂട്യൂബ് അത് റിജക്റ്റ് ചെയ്ത് കളയുന്നുണ്ട്. അത് ഒരുപാട് പേര് അങ്ങനെ മെസ്സേജസ് അയക്കാറുമുണ്ട്. ഇതിലൊരു പ്രധാന കാരണം മുമ്പ് ഞാൻ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്, മിസ്ലീഡിംഗ് മെറ്റാഡാറ്റ എന്ന് പറയുന്നതാണ്. അപ്പോൾ മിസ്ലീഡിംഗ് മെറ്റാഡാറ്റ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് വിശദമായിട്ട് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇതിനെപ്പറ്റി ഒരു വിശദമായിട്ടുള്ള വീഡിയോ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് ഇട്ടിരുന്നു. പിന്നെ കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനലിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മെറ്റാഡാറ്റ എന്ന് പറയുന്ന ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ് ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വണ്ണം മിസ്ലീഡിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് അത് മിസ്ലീഡിംഗ് മെറ്റാഡാറ്റ ആയിട്ട് എടുക്കും. ഈ നിങ്ങൾ ഇനിയിപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോസിന് എല്ലാ വീഡിയോസിനും നിങ്ങൾ ഒരേ ടൈറ്റിൽ കൊടുത്തു എന്നിരിക്കട്ടെ. ഇപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം ചിലപ്പോൾ യൂട്യൂബ് ഇത് കണ്ടുപിടിക്കില്ല, വലിയ പ്രശ്നങ്ങളും ഉണ്ടാകാറില്ല. എന്ന് ഇരുന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് ഒരേ ടൈറ്റിൽ വീഡിയോസിന് കൊടുക്കുമ്പോഴേക്ക് യൂട്യൂബിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് മനസ്സിലാക്കും. മിസ്ലീഡിംഗ് മെറ്റാഡാറ്റ എന്ന കാറ്റഗറിയിൽ ആ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റും ഒക്കെ പോകും. അപ്പോൾ എന്താ സംഭവിക്കുന്ന, മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിൽ അതിൻ്റെ മോണിറ്റൈസേഷൻ ഒരു വാർണിംഗ് ഒക്കെ യൂട്യൂബ് തന്നിട്ട് അതിനെ ഡിസേബിൾ ആക്കും. ഇങ്ങനെ ഒരേ ടൈറ്റിലുള്ള വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇതിനൊരു വഴിയുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ദിവസവും ടൈറ്റിൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാം. ഈ 1, 2, 3 എന്നുള്ള പോലെ നമ്പേഴ്സോ ഇല്ലെങ്കിൽ വന്നിട്ട് ഏതെങ്കിലും ഡാറ്റയോ ഒക്കെ ഡേറ്റ് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഓരോ ദിവസത്തെ ഡേറ്റും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ടൈറ്റിൽ മൊത്തത്തിൽ തന്നെ മാറും. അപ്പോൾ ആ രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വേണം ഒരേ രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾ പല മിസ്റ്റേക്സ് പലർക്കും വരാറുണ്ട്. അതായത് വീഡിയോയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുറേ ടാഗ്സും പിന്നെ കുറേ ടോപ്പിക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലൊക്കെ എഴുതി പിടിപ്പിച്ചിട്ട് ഇതും മിസ്ലീഡിംഗ് മെറ്റാഡാറ്റ എന്ന കാറ്റഗറിയിലോട്ട് വരും. പിന്നെ ഒരുപാട് #ടാഗ്സ് ഒക്കെ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ പൊതുവേ ആദ്യമൊക്കെ ഒന്നും പ്രശ്നം ഉണ്ടാകാറില്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തുടർച്ചയായിട്ട് ഇതേ തെറ്റ് ആവർത്തിച്ച് കൊണ്ടേയിരിക്കും. പെട്ടെന്നൊരു ദിവസം ഇത് യൂട്യൂബ് കണ്ടുപിടിക്കുന്ന ഒരു സമയം വരുമ്പോഴേക്കും ഇത് മിസ്ലീഡിംഗ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് മോണിറ്റൈസേഷൻ കട്ടാവുകയോ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നവർക്ക് യൂട്യൂബ് ഇത് റിജക്റ്റ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ ഇത് വന്നിട്ട് വേറെ ചില കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റ് യൂട്യൂബേഴ്സിൻ്റെ ചാനലിൻ്റെ പേര് കൊടുക്കുക, ഫേമസ് ആയ വേറെ യൂട്യൂബേഴ്സിൻ്റെ പേര്, ചാനലിൻ്റെ പേര് ടാക്സിൽ കൂടെ മിസ്ലീഡിംഗ് ആയിട്ട് കൊടുക്കുന്ന ഡേറ്റ, ഇതൊക്കെ കാരണമാണ് നമ്മൾക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോഴേക്ക് റിജക്റ്റ് ആകുന്നത്. ഇനി എപ്പോഴും നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എല്ലാ വീഡിയോസും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും മിസ്ലീഡിംഗ് ഡാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വേണം നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ചെയ്യാതിരുന്നാലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ ആകാതെ ഇത് റിജക്റ്റ് ആയി വരും. അതിനുശേഷം നിങ്ങൾ എല്ലാ വീഡിയോസിലും പോയി ചെക്ക് ചെയ്തിട്ട് മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ രണ്ടാമതും മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇതൊരു പ്രശ്നം. വേറൊരു വശത്ത് ഞാനിപ്പോഴും പിന്നെയും പറയുന്നത് പോലെ റീയൂസ്ഡ് കണ്ടൻറ്റിൻ്റെ പ്രശ്നമാണ്. അതായത് വേറൊരാളുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടോ മൊത്തമായിട്ടോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇടുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും
ഇത് ഇതിൻ്റെ ഇട്ട ക്രിയേറ്റർ കാണാനിട വന്നാൽ അയാൾക്ക് പിന്നെ കോപ്പി റൈറ്റ് സ്ട്രൈക്കൊക്കെ തരാം. അല്ല ഒരു പക്ഷേ അയാൾ ഇത് കണ്ടിട്ട് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ അടുത്ത് വന്നിട്ട് ഇത് മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷനുമായിട്ട് ചെല്ലുമ്പോഴേക്കും യൂട്യൂബ് നല്ല പണി ഇതിൽ തരും. അതായത് ഞാനിപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു കണ്ടൻറ്റ് വേറൊരാൾ യൂസ് ചെയ്താൽ അത് റീയൂസ്ഡ് കണ്ടൻറ്റായിട്ട് മാറും, മോണിറ്റൈസേഷൻ കൊടുക്കത്തുമില്ല. ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണ്? അതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും വാല്യൂസ് വരുന്നത് പോലെ അതിൽ കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ വന്നിട്ട് മോണിറ്റൈസ് ആയാലും ഇല്ലെങ്കിലും ഇത് പ്രശ്നമുണ്ടാക്കുന്ന ഒരു തലവേദന പിടിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ റീയൂസ്ഡ് കണ്ടൻറ് എന്നുള്ളത്. അപ്പോൾ ഈ ധാരാളം പേർക്ക് റീയൂസ്ഡ് കണ്ടൻറ് വന്നിട്ട് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടമാകുന്നുണ്ട്. അങ്ങനെ നഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണ ആയിക്കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. കാരണം യൂട്യൂബ് വന്നിട്ട് ഏത് വീഡിയോ വഴിയാണ് ഇത് വന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളെ അറിയിക്കാറില്ല. അപ്പോൾ നമ്മളിത് അപ്ലോഡ് ചെയ്തവർക്കറിയാമല്ലോ സാധാരണ എന്ത് വീഡിയോയിലാണ് പ്രശ്നം വന്നിരിക്കുന്നതൊക്കെ. അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? അതുവഴി കിട്ടിയിട്ടുള്ള വാച്ച് അവേഴ്സൊക്കെ അടിച്ച് താഴോട്ട് പോകും. പിന്നെ ഒന്നേന്ന് ഇങ്ങനെ താഴെ പോകുന്ന വാച്ച് അവേഴ്സ് ഈ ക്രൈറ്റീരിയ 4000 അവേഴ്സിൽ നിന്നും താഴെ പോയാൽ പിന്നെയും നമ്മൾ ആ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്താലേ മോണിറ്റൈസേഷന് വീണ്ടും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉളവാക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ആദ്യമേ മുമ്പോട്ട് പോയാൽ പുതിയ യൂട്യൂബേഴ്സിനൊക്കെ സക്സസ്ഫുള്ളായിട്ട് തന്നെ നല്ലൊരു ഗ്രോത്ത് ആയിട്ട് മുമ്പോട്ട് പോവുകയും സക്സസ് ആയിട്ട് വരികയും ചെയ്യാം യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോസ് മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. എല്ലാവരും എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് വളരെ നല്ല അഭിപ്രായങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. തുടർന്ന് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് എന്നും രാവിലെ 9 മണിക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണാത്തവർ കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പഴയ വീഡിയോസിലൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണുക. പിന്നെ മറക്കാതെ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.